നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പെരിഞ്ഞനം RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ എടമുട്ടം ആൽഫ ഹോസ്പിസ് സന്ദർശിച്ചു. ആൽഫയുടെ വിവിധ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി എത്തിയ സംഘം കിടത്തി ചികിത്സ നൽകുന്ന IP, പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി നൽകുന്ന പുനർജനി, ശാരീരികമായി തളർച്ചയുള്ളവർക്ക് പരിചരണം നൽകുന്ന ആശിഷ് കെയർ ഹോം, ആൽഫ ഡയാലിസിസ് സെന്റർ, ഉപാസന പ്രാർത്ഥനാ ഹാൾ എന്നിവ സന്ദർശിച്ചു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ ആരുഷ് ക്ലബ് ഉദ്ഘാടനം ക്രിസ്മസ് ദിനത്തിൽ നടന്നു. 60 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. NSS പ്രോഗ്രാം കോർഡിനേറ്റർ ശ്യാം ക്ലബ് ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ വിസ്മയ വേണുഗോപാൽ SAPCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും വിശദീകരിച്ചു. തൃശൂർ എൽത്തുരുത്ത് അലോഷ്യസ് കോളേജിൽ ആരുഷ് ക്ലബ് ഉദ്ഘാടനം നടന്നു. കോളേജ് അധ്യാപകരായ ജെയ്സൺ ജോസ്, മെറിൻ ജോയ് എന്നിവരാണ് ഉദ്ഘാടനം നടത്തിയത്. SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ വിജിൻ വിൽസൺ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ വിസ്മയ വേണുഗോപാൽ എന്നിവർ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും SAPC പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രഭാഷണം നടത്തി. പത്തനംതിട്ട തിരുവല്ല സെന്റ് മേരീസ് കോളേജ് ഫോർ വിമൻസ് വിദ്യാർത്ഥികൾ ആൽഫ കുട്ടനാട്, തിരുവല്ല സെന്ററുകളോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. ഒപ്പം പാലിയേറ്റീവ് കെയർ പരിശീലന പരിപാടിയും നടത്തി. ആൽഫ കുട്ടനാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് PV രവീന്ദ്രനാഥ്, ട്രഷറർ ചന്ദ്രമോഹൻ നായർ, സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, നിർമ്മല ചന്ദ്രമോഹൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ സ്കൂളിൽ +1 വിദ്യാർത്ഥികൾക്കായി പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ആരുഷ് ക്ലബിന്റെ പ്രവർത്തനവും തുടങ്ങി. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ മേഘ്ന അനിൽകുമാർ, ആരുഷ് ക്ലബ് അംഗങ്ങളായ ഹംസ, അമിത് എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.